അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് ചിങ്കുവിന് നല്ല പനി ഗൈസ്. കാരണം ചിരിച്ചിട്ട് വരണ്ടൊന്നും വിചാരിക്കണ്ട ഗൈസ്. അതായത് എനിക്ക് ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ജലദോഷമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പനി ഉണ്ടായിരുന്നില്ല. അപ്പോ എന്താണ് ഞാന് കുറച്ച് ദിവസമായിട്ട് ഒന്നും ഇല്ലാത്ത ശീലം പോലെ അതായത് നല്ല വെള്ളം വെച്ചിട്ട് അതായത് ഫ്രീസറിൽ വെള്ളം വെച്ച് കട്ടയാക്കിയിട്ട് അത് കുടിക്കുക. അത് നല്ല ചൂടുണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ എനിക്ക് പെട്ടെന്ന് ജലദോഷം വന്നു. അപ്പൊ എന്താ കാരണം എന്ന് അറിയില്ല, ഇത് ഞാൻ ചിന്തിച്ചിട്ടില്ല, കാരണം ഐസോള സ്ഥിരമായി കുടിക്കാറുള്ളതാണല്ലോ. അപ്പൊ അത് വിചാരിച്ചില്ല. നോക്കുന്ന സമയത്ത് വാവിച്ചിക്ക് ഒരു ഡൗട്ട് അതാണോന്ന്, കടിച്ചു. ഞാൻ പറഞ്ഞു ബേബി അതന്നെ ആയിരിക്കും പറഞ്ഞപ്പോ എന്നാ പിന്നെ എനിക്ക് ഫസ്റ്റ് അത് വരണ്ടേ അങ്ങനെയുള്ള ഒരു ബേസിൽ പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ ജസ്റ്റ് ഒന്ന് ബേബി കുടിക്കണ അതെടുത്തിട്ട് ഞാൻ ഒന്ന് കുടിച്ചു കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഞാൻ ഒരേ തുമ്മലും. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു വന്നൂലേ ചോദിച്ചപ്പോ വാവിച്ച് അല്ലാന്ന് പറഞ്ഞു. നോക്കുന്ന സമയത്ത് കുറച്ചു നേരം പോകുന്നവർ മൂക്കൊക്കെ ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി. വാവച്ചിക്ക് സെയിം അതേപോലെ വന്നുട്ടാ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് വീട്ടിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ചിങ്ങുടുവാണെന്നുണ്ടെങ്കിലും ഒരു 2-3 പ്രാവശ്യം ഇടയ്ക്കൊക്കെ തുമ്മലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കാര്യമായിട്ടുള്ള തുമ്മലൊന്നും ആയിരുന്നില്ല. പിന്നെ രാവിലെ പെട്ടെന്നുണ്ട് നല്ല ചൂട്. എനിക്കൊരു ഡൗട്ട്, എനിക്കെപ്പോഴും നമുക്കറിയാലോ പൊതുവേ അമ്മമാരുടെ ഒപ്പം കൂടുതൽ കുട്ടികൾ കിടക്കുന്ന കാരണം നമുക്ക് അവരുടെ ചൂടും കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഞാൻ ബേബി ചൂടുണ്ടാ നോക്കി, എനിക്കൊരു ഡൗട്ട് എപ്പോഴും ഞാൻ ഇതിനടുത്ത് പറയണതാണ്. ചൂടുണ്ട് പറഞ്ഞൂല്ലേ. അപ്പൊ നോക്കുന്ന സമയത്ത് നല്ല ചൂട്. അപ്പൊ എന്താണ് രാവിലെ ഏകദേശം സമയമായിട്ടാണല്ലോ എനിക്ക്. അപ്പൊ ഡോക്ടറിനെ ബുക്ക് ചെയ്യാൻ വേണ്ടിട്ട് ടോക്കൺ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങള് ഈവനിങ് വേറെ ഡോക്ടർ ഉണ്ടാവും സ്ഥിരമായി കാണിക്കണല്ലോ. അതായത് ഇപ്പൊ ഞങ്ങള് വേറെ ഏത് ഡോക്ടറിനെ കാണിച്ചാലും മൂപ്പരിന് എന്തായാലും പോയി വൈകിട്ട് കാണിക്കേണ്ടി വരും. അപ്പൊ പിന്നെ വൈകിട്ട് പോവാന്നുള്ളൊരു ബേസ്. അപ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരുപാടൊന്നും പനി വന്നിട്ടില്ല. അപ്പൊ ഞങ്ങളില്ലേ ഡോക്ടർ പോയാലും പറയും നനഞ്ഞ തുണി കൊണ്ട് തുടക്കിന്ന്. ഞങ്ങൾ തണുത്ത വെള്ളം കൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴുകിയിട്ടൊക്കെ ഉണ്ടായിരുന്നു അല്ലെ. എന്നിട്ട് ഞങ്ങളിതാ ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് OP അവിടെ പോയിട്ട് എടുക്കേണ്ട ആവശ്യം. കുട്ടിക്ക് പനി വന്നത്രേ, പനി വന്നതിന് പിന്നെ ചിങ്ങട് മൊത്തം മൂഡ് ഓഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. വാവച്ചിക്ക് ഉണ്ട് കേട്ടോ, വാവച്ചിക്ക് പനിയല്ല, വാവച്ചിക്ക് ജലദോഷം. അത് ഈ ജലദോഷം ഇല്ലേ ഇതവിടെ ചെവിയൊക്കെ നല്ല വേദന. എനിക്ക് വന്ന അതേ സെയിം വാവച്ചിക്ക്. അതായത് ഇല്ലേ ഇന്നലെ ഉറങ്ങിയിട്ടേ ഇല്ല, ഫുൾ ടൈം വിളിച്ചിരിക്കലായിരുന്നു. അതെ. ഇനിയിപ്പോ വാവച്ചിനെയും കാണിക്കണം ചിങ്ങടൂനെയും കാണിക്കണം. അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് എന്റെ ഏകദേശം പോയി ഗൈസ്. എന്റെ ചെറിയൊരു തൊണ്ടവന മാത്രം, ബാക്കിയെല്ലാം എന്റെ പോയി. രക്ഷപ്പെട്ടു മരുന്ന് കഴിക്കാൻ. എന്റെ പോയി കിട്ടി. പോയില്ലേ? എന്ത് പോയത്? നാടിന്റെ പനി പോയി പറയും. ഇനി ആള് എന്താണ് ഇതൊക്കെ വന്നു. ഇനി പനി വന്ന കുട്ടിക്ക് പനി വന്നടാ. എന്ത് വേണം കുട്ടിക്ക്? മൂപ്പരിക്കില്ലേ വയ്യ. അതാണ് നല്ല ചൂടുണ്ട് കേട്ടോ അല്ലേ, നല്ല ചൂടുണ്ട്. അപ്പൊ എന്നാലും വേഗം പോയി കാണിച്ചിട്ട് എന്താണ് നോക്കുക. ഇനിയിപ്പോ അറിയില്ല, നമുക്ക് അവര് മറ്റേ ടെമ്പറേച്ചർ വെച്ച് കഴിഞ്ഞാല് 103 വലിയ കുഴപ്പമില്ല ഒന്നുമില്ല. പനിയല്ലേ? അല്ല 103 വലിയ കുഴപ്പമില്ല. അതിന് മേലേക്ക് പോയി കഴിഞ്ഞാൽ എന്താ അവസ്ഥ എന്ന് അറിയില്ല. എന്തായാലും അപ്പൊ പോയിട്ട് ഡോക്ടറിനെ കാണിച്ചു നോക്കാം. അന്ന് മറ്റേ അഡ്മിറ്റ് ആയ ടൈമല്ലേ ആ സമയത്ത് ഇല്ല. പക്ഷെ എനിക്ക് തൊട്ട് നോക്കുന്ന സമയത്ത് അവിടേക്ക് എത്താൻ ചാൻസ് ഇല്ല, എന്നാലും ഉണ്ടാവും. പക്ഷെ എന്താ ചിങ്ങടൂന് പനി വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം പെട്ടെന്ന് വരുള്ളൂ, എന്താണെന്നറിയില്ല. എന്നാ ഞങ്ങൾക്ക് രണ്ടാൾക്കാർ ജലദോഷം സെയിം ആണ്, പക്ഷെ ചിങ്ങടൂന് പനിയായിട്ട് വന്നത് ഗൈസ്. അപ്പൊ ചിങ്ങടൂന് പാമ്പേഴ്സ് കഴിഞ്ഞൂലോ. അപ്പൊ ആൾക്ക് ടീഷർട്ട് മാത്രം ഇട്ടിട്ട് വന്നതാണ്. അപ്പൊ അത് പോകുമ്പോൾ മേടിച്ചിട്ടു. അതെല്ലാം ഞങ്ങൾ മേടിക്കാറുള്ള ഒരു പ്രീമിയം സാധനം. അതാകുമ്പോൾ കുട്ടിക്ക് നല്ല കംഫർട്ടാണല്ലോ. അപ്പൊ അതുകൂടി കിട്ടുള്ളൂ. ഇന്നലെ കഴിഞ്ഞോ റാഷസിന്റെ ഇഷ്യൂസ്. ഇത് നല്ല കോട്ടൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് മേടിച്ചിട്ട് വരാട്ടെ ഞാന്. ഇത് എപ്പോഴും കിട്ടൂല അല്ലേ ബേബി? ഇത് എല്ലാരും മേടിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള സംഭവം വരുള്ളൂ. പിന്നെ കൂടുതലും എൽ സൈസ് പോകൂലേ? എൽ സൈസ് ചിങ്ങ ഞങ്ങൾ എല്ലാം യൂസ് ചെയ്യണത്. എൽ സൈസ് പെട്ടെന്ന് പോകും, അതെന്താണെന്ന് അറിയില്ല. ബാക്കി എല്ലാം ഉണ്ടാവും എപ്പോഴും, എവിടെ പോയാലും ഉണ്ടാവും. ഇവിടെ മാത്രമല്ല, പൊതുവെ എവിടെ പോയാലും കൂടുതൽ എല്ലാവരും എല്ലാം ചൂസ് ചെയ്യുന്നെന്ന് തോന്നുന്നു. ചിങ്ങട് ഉറങ്ങിയോ? ഇല്ല, പാലൂടി ചേർക്കണല്ലേ. എന്താണ് വേഗം ഹോസ്പിറ്റലിൽ പോണല്ലേ? വേഗം ഹോസ്പിറ്റലിൽ പോയിട്ട് ഒന്ന് കാണിക്കണം. അത് മൂപ്പര് ഒന്നാമത് അവിടെ എത്തിയ എന്താ അവസ്ഥ ഞങ്ങൾ കാണിച്ചു തരാലോ.
ഒന്നാമത് അതിന്റെ എന്താ പറയാ ഗേറ്റിന്റെ അവിടെ അത് മൂപ്പർക്ക് അത് മനസ്സിലാവുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് നമ്മൾ വണ്ടിയൊക്കെ നിർത്തി കയറില്ല, അപ്പൊ തന്നെ ഏകദേശം ആൾക്കൊരു കാൽക്കുലേഷൻ വരും. അപ്പം മുതൽ മുഖം ഇങ്ങനെ മാറി തുടങ്ങും. പിന്നെ ഡോക്ടറിനെ കണ്ട കരയാൻ തുടങ്ങും. ഡോക്ടറിന്റെ നല്ല പരിചയമാണ്. ഡോക്ടറിന്റെ ഫേസ് നല്ല ഓർമ്മ ഉണ്ട് ആൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തിനാണെന്ന് അറിയാം. അപ്പൊ അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ തുടങ്ങും ആള് കരച്ചില്. എന്തായാലും പെട്ടെന്ന് വരുന്നൊന്നും ഞങ്ങൾ വിചാരിച്ചില്ല അല്ലേ. അവൾക്ക് വരണ്ടാന്ന് പറഞ്ഞിട്ടാണ് ബേബുമ്മ ഹോസ്പിറ്റലിൽ പോവാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ബെറ്ററായി ശരിയായി കൊണ്ടിരുന്നതും ഭാവിച്ചിരുന്നല്ല അച്ഛന്ന്. അപ്പൊ ഞാൻ വായിച്ച പറഞ്ഞു വന്നൂലേ പറഞ്ഞപ്പോ ഇല്ല വെറുതെ പറഞ്ഞു. നോക്കുമ്പോ കണ്ടിന്യൂ തുമ്മലും മൂക്കിക്കൂടിയൊക്കെ വെള്ളം വരാൻ തുടങ്ങി. പിന്നെ അപ്പം ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ ബേബി, പാർക്കിങ്ങിലാണ് കേട്ടോ. ചിങ്ങടാണെന്നുണ്ടെങ്കിൽ ബേബി പുറത്തിറങ്ങിയപ്പോൾ തൊട്ട് കരയാൻ തുടങ്ങിയതാണ്. കുഞ്ചി അയ്യോ അപ്പൊ നല്ല ചൂടായില്ലേ? അപ്പൊ നല്ല ചൂടായിട്ടുണ്ട്. കണ്ട ഇതിന്റെ ഫ്രണ്ടേജ് കണ്ടത് അവൾക്ക് മനസ്സിലായി. കരയാൻ തുടങ്ങി അവൾക്ക് മനസ്സിലായി. എന്തേ എന്തുമാ ഇല്ലടാ പേടിച്ചിട്ടാണ്. അപ്പൊ വേഗം പോയി കാണിക്കുക. ഇവിടെ ഒരാള് കണ്ട കരച്ചിലോടെ കരച്ചിലാണ്. എന്റെ ചെങ്കടു മൂക്കിലൊക്കെ മനസ്സിലായില്ല. എനിക്ക് വേണ്ട ഞാൻ മറ്റവിടെ കാണിക്കാം. ഗൈസ് അപ്പൊ ഞങ്ങള് ഡോക്ടറെ കാണാൻ വേണ്ടി ഉള്ളിൽ കേറി തുടങ്ങി നല്ല നിലവിളിക്കല്ലേ. ഡോക്ടർ നോക്കിയപ്പോ പറഞ്ഞ അത്ര പനിയൊന്നും ഇല്ല എന്നല്ലേ. ഇതുണ്ടാ കരഞ്ഞിട്ട് അയക്കി ഇത് എന്താണ് ഇത് മൂക്കൊക്കെ വന്നിട്ട് എടുക്കാൻ വിട്ടുപോയി. അതായത് അലീസപ്പെണ്ണ അതിനെയൊക്കെ വലിച്ചിട്ടോണ്ടായിട്ട് എടുത്തില്ല അല്ലേ. മരുന്ന് മേടിക്കാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മരുന്ന് മറ്റേതില്ല അല്ലേ, സപ്പോസിറ്റർ ഞാൻ മേടിച്ചിട്ട് വരാം കേട്ടാ. ബേബിമ്മ മരുന്ന് മേടിക്കാൻ വേണ്ടി പോയിരിക്കാണ് കേട്ടാ. നല്ല തിരക്കുണ്ട്. അപ്പതാ ബേബി മരുന്നൊക്കെ മേടിച്ചിട്ട് വന്നൂല്ലേ ബേബി. നല്ലതാ പൗഡർ തോന്നുന്നു. എന്താണത്? മറ്റേ പൗഡറിന്റെ തോന്നുന്നു. ജലദോഷത്തിനുള്ളതൊന്നും തന്നിട്ടില്ല. ജലദോഷത്തിനുള്ളതൊന്നുമില്ല. ഇല്ല അത് കാര്യമായിട്ടില്ല തോന്നുന്നു. ജലദോഷം പാരസെറ്റമോൾ ഉണ്ട്. എവിടെ ഒന്ന് പിടിക്കോ? എനിക്ക് എനിക്കെല്ലാം കൂടെ നടക്കൂല കേട്ടോ. ഞാൻ എടുത്തപ്പോ കൊണ്ടുപോകുന്നോണ്ട് പേടിക്കാനാണ്. അത് വീണ് പോണോട്ടോ. ഇല്ല ഇല്ല എന്ത് കഴിച്ചാലും ഈ പാരസെറ്റമോൾ കഴിക്കാനാണ് കുട്ടികൾക്ക് ബുദ്ധിമുട്ട്. പാരസെറ്റമോൾ അല്ല വേറൊരു സംഭവം ആന്റിബയോട്ടിക് നല്ല സീനാണ് പൊടിയില്ല. അതാണ് നല്ല പ്രശ്നം. അത് നല്ല ഇതല്ലേ ഇപ്പോ ഇത് അതാണോന്ന് അറിയില്ല. ബോക്സിലുള്ളപ്പോ അതുപോലെ തോന്നുന്നു. ഇനിയിപ്പോ എടുത്താലേ അറിയുള്ളൂ. അടീസത്തെ പോവാന്ന്. സങ്കടം കുട്ടിക്ക്. പിന്നെ എന്റെ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന അന്ന് അത്രയും കുത്തുകുത്തിയല്ലേ, മറക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് നേരെ വണ്ടി പോവാ. ഇവിടെ അങ്ങനെ എടുത്തിട്ട് പോയാൽ എന്നെ ഏതെങ്കിലും വണ്ടി ഇടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളില്ലേ എന്താണ് ഹോസ്പിറ്റലിൽ ഇറങ്ങിയിട്ട് വീട്ടിൽ വരുന്ന സമയത്ത് ഫുഡ് അധികമൊന്നും കഴിച്ചില്ലല്ലോ. അപ്പൊ എന്നാലും ഫുഡ് കഴിക്കാന്ന് വെച്ചാൽ ചിങ്ങടൂനാണെന്നുണ്ടെങ്കിൽ ചിങ്ങടു നന്നായി കഴിക്കും കേട്ടോ അല്ലേ. അപ്പൊ ഞങ്ങൾ കഞ്ഞിക്കടയിൽ പോയിട്ട് കഞ്ഞി കഴിക്കാന്ന് വിചാരിച്ചപ്പോ വന്നു. ഇതെന്താ പ്രശ്നം എന്നറിയോ? ഞങ്ങളിപ്പോ ഇവിടെ വന്ന് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിട്ട് അവിടെ പാർക്കിംഗ് നിർത്തി 35 രൂപ ഗൈസ് പാർക്കിങ്ങിന് ഒരു കൂട്ടിയിരിക്കുന്നത്. ഇനി ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് അതുവരെ പോണം. അവിടെ നിർത്താൻ സ്ഥലവും ഇല്ല. ചിങ്ങടൂന് ഹോസ്പിറ്റലിൽ പോയി വന്നതിന്റെ തോന്നുന്നു കേട്ടാ. എന്താ സ്വത്തോ കഞ്ഞി കുടിക്കാം നമുക്ക്. കഞ്ഞി നല്ല ഇഷ്ടമാണ്. കഞ്ഞി കുടിക്കാൻ പോവാ കേട്ടാ. കഞ്ഞി അവൾക്ക് എന്തെങ്കിലും പറഞ്ഞ പിന്നെ അതിൽ തന്നെ കിട്ടണം. അവിടെ നിന്ന് ഇതുവരെ നടന്നെത്തണ്ടേ, സമാധാനമില്ല. ഡോക്ടർ പോയപ്പോൾ നല്ല ചൂട് കുറഞ്ഞു. ശരിയാവും, വലിയ കാര്യം ഉണ്ടാവില്ലായിരിക്കും. പക്ഷെ നല്ല ചൂടുണ്ടായിരുന്നു. മേലും വേദന പ്രത്യേകിച്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എനിക്കും ഉണ്ട്, ആവശ്യമുണ്ടായിരുന്നു. ചിങ്ങുവിൻ്റെ അവസ്ഥ അറിയില്ലേ. ഇത് എന്താണ് ഇത് മൂക്കിൽ ചാളിയൊക്കെ വന്നിട്ട് കഞ്ഞിപ്പ് കൊണ്ടുവരും കേട്ടാ. എന്നിട്ട് വേഗം കൊണ്ട് കുട്ടി കഞ്ഞി ഇനി അത് കിട്ടുന്നവര് പറഞ്ഞിരിക്കും. പൊടിമീൻ വന്നു ഒന്ന് മതി. അപ്പോ കാല് താഴെ വെക്കുന്ന സ്വത്ത്
ഇവിടെ ഇരുന്നോട്ടാ കുട്ടി കഞ്ഞി തരാം. അവൾക്ക് പൊതുവെ നല്ല ഇഷ്ടമുണ്ട് കഞ്ഞി അല്ലേ? വേവുമ്പോഴാണ് വെള്ളം ഉറക്കണത്. അയ്യേ എനിക്ക് വിശപ്പൊന്നുമില്ല, അയ്യോ സത്യമായിട്ടില്ല. വിശപ്പില്ല, പക്ഷെ ഫുഡിന് മുന്നിൽ എല്ലാവരും വെള്ളം ഉറക്കും. സൂപ്പ് പോരാ. ഒന്നാമത് ഈ മട്ടരിയിലില്ലേ എത്ര ഉപ്പിട്ടാലും അറിയില്ല. മട്ടരിയാണ് ഇല്ല അമ്മക്ക് കുത്തുമ്പ. പിന്നെ കഴിക്കാൻ നോക്കുക, എന്നോട് സംസാരിക്കാൻ നോക്കുക. ഗൈസ് ഇപ്പൊ ഇവർക്ക് മാത്രം കേട്ടോ, എനിക്ക് കഞ്ഞി വന്നിട്ടുണ്ട്. പൊടിമീന് ഇന്നത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ എന്നല്ല, ഇവിടെ കുറെ സാധനങ്ങളുണ്ട്. 10, 200 ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇത്ര വാവിച്ച് കഴിച്ചോ. വാവിച്ചിതാ കുറെ നേരം പിടിച്ചിരുന്നു, പിന്നെ പറ്റണില്ല, കഞ്ഞി കുടിക്കാൻ തുടങ്ങിയിട്ടാ. അല്ലേ കുടിച്ചോ. എനിക്ക് മാത്രം കാണിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് വാവിച്ച് കാണിക്കാൻ പോണോ? ഗൈസ് ചിങ്ങടൂരിന്റെ മാമൻ ധോണി ധോണിന്ന്. ചിങ്ങടു ഉറങ്ങിയിട്ടാ. ഞങ്ങള് കഞ്ഞിയെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരത്തെ വാവച്ചിക്ക് കാണിക്കാൻ വേണ്ടി വന്നു. വാവച്ചിക്ക് അവിടെ നിന്ന് കാണിക്കണ്ടെന്ന് പറഞ്ഞിട്ട് സ്ഥിരം ഞങ്ങൾ കാണിക്കുന്ന സ്ഥലമുണ്ടല്ലോ. അവിടെ വീട്ടിലാണ് അല്ലേ? അപ്പൊ അവിടെ വന്നിരിക്കണ്ടാ. അപ്പൊ അങ്ങനെ ചിങ്ങടൂന് ഇനി അങ്ങനെ എടുക്കുന്നില്ല. ചിങ്ങടു എനിക്ക് വന്ന ടൈമിലോ പിന്നെ പിറ്റേ ദിവസം തന്നെ പെട്ടെന്ന് പോയി. എനിക്ക് ഇനിയിപ്പോൾ വാവച്ചിക്കൊന്ന് കാണി, കാരണം എന്താണ് ഫീഡും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ആളങ്ങോട്ട് ക്ഷീണിച്ച് പോലും ടയേർഡാവും. പിന്നെ ചിങ്ങടൂനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറങ്ങി, ഇനിയിപ്പോൾ എടുക്കുന്ന സമയത്ത് എണിക്കോ എന്നുള്ളൊരു ഇതുണ്ട് അല്ലേ. ഇനിയിപ്പോൾ എന്തായാലും ഫസ്റ്റ് പോയിട്ട് വാവച്ചി കാണിച്ചിട്ട് വരാം. വാ വാവച്ചിനെ എടുക്കുമോ? ഞാൻ എടുക്കണ? ഞാൻ എടുക്കാം അല്ലേ? എന്താ പറഞ്ഞു ഞാൻ ഡോക്ടറിനെ കാണിക്കുമ്പോ? ശരി ഓക്കെ. സീനാണ് ഇപ്പൊ വാവച്ചി കിടക്കണം എന്നുള്ളൊരു മൈൻഡാണ്. ഞാൻ വാവച്ചടുത്ത് പറഞ്ഞാണ്, എനിക്ക് വന്ന ടൈമിൽ ഇതേപോലെ ആയിരുന്നു, കിടക്കണം അങ്ങനെ. ചിങ്ങടൂന് ഞാൻ എടുത്തു വിട്ടാ. ചിങ്ങടു എണീറ്റിട്ടൊന്നുമില്ല, മെല്ലെ സംസാരിക്കാൻ ചിലപ്പോൾ എണീറ്റാലും ഉണ്ട്. ഡോക്ടർ അവിടെ ഉണ്ട്, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ആലോചിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈകാല വേദനയൊക്കെ കൂടി കിടക്കാൻ തോന്നുന്നു അല്ലേ? കാണിച്ചിട്ട് വേഗം മരുന്നും കഴിച്ചുകൊണ്ട് കിടത്തണം. എനിക്ക് പിന്നെ സമ്മതിക്കൂല, അമ്മ പറയും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുട്ടികളുടെ ബുദ്ധിമുട്ട് ആയതുകൊണ്ട് പറയാറില്ല. ഒന്നാമതില്ലേ ഇത് എനിക്കുണ്ടായിരുന്ന ഒരു ഫീല് വെച്ച് ഇതേപോലെ തന്നെ കൈകാല വേദനയ്ക്ക് കിടക്കാൻ വെറും കിടത്തം അല്ലേ? ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു, കിടത്തം മാത്രമായിരുന്നു. പക്ഷെ അങ്ങനെ റെസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല ഉദ്ദേശിച്ചത് ഫുള്ള് കിടത്തല്ല, എന്നാലും കിടക്കണം എന്നുള്ളൊരു മൈൻഡ് കൂടുതലായിട്ട് വരും ഈ സമയത്ത്. എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് വെള്ളത്തിൻ്റെ തന്നെ ആയിരിക്കും ബേബി. കാരണം എന്താ വെച്ചാൽ ഇപ്പൊ വെള്ളം നല്ല കലങ്ങൽ. വെള്ളം ഒരു കലങ്ങൽ വന്നിട്ട് കിണർ വെള്ളം എന്താ സംഭവം അറിയില്ല. അതുകൊണ്ടായിരിക്കണം. ഇനിയിപ്പോ മറ്റേ ടാങ്കില് ക്ലീൻ ആണ്, ഞാൻ നോക്കിയതാണ്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിലും മേലത്തെ വെള്ളം ഫ്രഷ് ആയിട്ട് വരുമല്ലോ. ഫസ്റ്റ് വരും, നമ്മൾ പിടിച്ചതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ചെയ്യുമ്പോഴാണല്ലോ അത് ചെളിയായിട്ട് വരും. അതെ, എന്താ സംഭവം അറിയില്ല, എന്തായാലും നോക്കാം. എനിക്ക് തോന്നുന്നു കിണറിലെ വെള്ളം വറ്റി. വേനലായില്ലേ, അടി എത്തിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫുള്ളായി വറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. പിന്നെ മഴ പെയ്യണം. അങ്ങനെ ഞങ്ങളെ കാണിച്ചിട്ട് ഇറങ്ങിയിട്ടാ. ചിങ്ങടും എന്തോ ഭാഗ്യത്തിന് അടിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പൊ അവിടെയൊക്കെ കത്തിപ്പൊളിച്ചിട്ടാണ്. സീനാണ്, കാരണം അറിയില്ല ഡോക്ടർ എന്താന്നറിയില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും അവൾക്ക് കിട്ടിയെന്ന് വെച്ചാൽ പിന്നെ അത് മറക്കുകയില്ല. എന്നെ പോലെ എനിക്ക് തോന്നുന്നു പേടിയൊക്കെ എന്നെ എനിക്കും കിട്ടിയിട്ടുണ്ടാവുക. അതായത് ചില സംഭവങ്ങളിലൊന്നും തീരെ പേടിയില്ല, ചെറിയ സംഭവങ്ങൾക്ക് നല്ല പേടി. കാണിച്ചിട്ട് ഗൈസ് അങ്ങനെ വാവച്ചിന്റെയും മെഡിസിൻ വാങ്ങി ഞങ്ങൾ ഇറങ്ങി. ചിങ്ങടു എണീറ്റുള്ളൂ. അപ്പൊ ചിങ്ങടു എണീച്ചപ്പോ ഞങ്ങൾ മരുന്ന് കൊടുത്തു ഗൈസ്. കാരണം അവൾക്ക് പനി വന്നതിൽ പിന്നെ ഒരു സംഭവം അവൾക്ക് കൊടുത്തിട്ടില്ല. പിന്നെ അവിടെ നിന്ന് കഞ്ഞി കുടിച്ചല്ലോ, കഞ്ഞി അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് കുടിച്ചു. അപ്പൊ അതിന് അങ്ങനെ ഉറങ്ങണം. അപ്പൊ ഞങ്ങൾ വേഗം കൊടുത്തു, കാരണം ഇല്ലെങ്കിലും മരുന്ന് കഴിക്കില്ല, മരുന്ന് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചിങ്ങടു. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് സത്യം, അതാണ്ട് കയ്യിൽ പിടിച്ചിട്ടിരിക്കും. ആര് തന്നു കുട്ടിക്ക് മരുന്ന്? ആര് കാണിച്ചു കൂട്ടിനെ? ആര് കാണിച്ചിട്ട് പൊന്നെ? നീ സൈഡിലായിരിക്കാണ്. കുറച്ചു നേരം ബുദ്ധിമുട്ടി, എന്നാലും എങ്ങനെയും കൊടുക്കണല്ലോ ഗൈസ്. കാരണം എന്തായാലും കുട്ടികൾ നമ്മള് നോർമലി വേറെ എന്തെങ്കിലും കഴിക്കണ മരുന്ന് കഴിക്കില്ലല്ലോ. അപ്പൊ ഞങ്ങള് കുറച്ച് പിടിച്ചിട്ട് കൊടുത്തു. ഇനിയിപ്പോ ഒന്ന് മാറി കിട്ടിയ കുഴപ്പമില്ല. അല്ലേ? 2 മരുന്നേ ഉള്ളൂ, പാരസെറ്റമോളും പിന്നെ ആന്റിബയോട്ടിക് തോന്നുന്നു, അതും മാത്രമേ ഉള്ളൂ. കാടൂര് പോകണം. അതെ,
അപ്പൊ ഗൈസ് എന്തായാലും നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഇനി ചിങ്ങടുവിന്റെ എന്താണ് മരുന്ന് കഴിച്ചിട്ട് പനി മാറും എന്താന്നുള്ളത് നമുക്ക് നോക്കാം ലോവേ. അപ്പൊ ഗൈസ് എന്തായാലും നാളെ പനിയൊക്കെ മാറി നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ബൈ പറ പൊന്നോ, ടാറ്റ പറ. നിങ്ങൾ പോടാടാ, എനിക്കല്ലെങ്കിലേ വയ്യ. പാവം ഗൈസ് കുട്ടിക്ക് വയ്യ. മൂടിന്ന് മരുന്നിന്റെ മൂടി കൊടുക്ക്. അത് കൈ പിടിച്ചിട്ട് ഇരിക്കുകയാണ് ഗൈസ്.